ഇസ്രായേലിനെ രാഷ്ട്രമായി അംഗീകരിക്കണം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സൗദി രാജാവ് കിരീടാവകാശിയായിരിക്കുന്ന മുഹമ്മദ് ബിൻ സൽമാൻ രാജാവിനോട് ആവശ്യപ്പെട്ടു. നിങ്ങളുടെ നിലപാട് ചവറ്റുകൊട്ടയിലെറിയുന്നു എന്ന് സൗദി അറേബ്യയുടെ ഭാഗത്തുനിന്ന് മറുപടിയും വന്നു. ഇപ്പോൾ ഒരു തരത്തിലും നിലനിൽക്കാൻ പറ്റാത്ത രീതിയിലുള്ള പ്രയാസത്തിലേക്ക് അമേരിക്ക മാറിയതിൻ്റെ സൂചനയായിട്ടാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. ഭീഷണി കൊണ്ട് നടക്കുന്നില്ല എന്ന് തോന്നിയ സമയത്താണ് ചില നിലപാടുകൾ വിട്ടുവീഴ്ച മനോഭാവത്തോടു കൂടി തങ്ങളുമായിട്ട് സഹകരിക്കുകയാണെങ്കിൽ ഈ സൗദി അറേബ്യയുമായിട്ട് അല്ലെങ്കിൽ മറ്റ് അറേബ്യൻ രാജ്യങ്ങളുമായിട്ടൊക്കെ ചില രഹസ്യമായിരിക്കുന്ന ഇടപാടുകൾ നടത്താം. അങ്ങനെ ആ തരത്തിലാണ് പിന്നീട് ഡൊണാൾഡ് ട്രംപ് സംസാരിച്ചത് എന്നാണ് അറിയാൻ വേണ്ടി സാധിക്കുന്നത്. അതിൻ്റെ വിഷയകാര്യങ്ങൾ എങ്ങനെയാണ് എന്നുള്ളത് രണ്ട് രാജ്യവും പുറത്തു വിട്ടിട്ടില്ല എന്ന് ചുരുക്കം. പറയുന്ന കാര്യം ഇങ്ങനെയാണ്: ഫലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമാക്കുന്നതിന് മുൻപുള്ള ഒരു നിലപാടും ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട് തങ്ങൾക്കുണ്ടാവില്ല എന്നുള്ള രാഷ്ട്രത്തിൻ്റെ നിലപാട് ഞാൻ ആവർത്തിക്കുന്നു. അതൊരു പ്രഖ്യാപനമായിട്ട് തന്നെ നിങ്ങൾക്ക് മുമ്പിൽ സമർപ്പിക്കുകയും ചെയ്യുന്നു. ഇസ്രായേലിനെ അംഗീകരിക്കുക എന്നുള്ളത് ഫലസ്തീൻ രാഷ്ട്രമായതിന് ശേഷം ചർച്ച ചെയ്യേണ്ട പ്രധാന കാര്യമാണ്. അബ്രഹാം കരാർ അംഗീകരിക്കണം എന്നുള്ളത് ഫലസ്തീൻ സ്വാതന്ത്ര്യത്തിന് ശേഷമാണ് ചർച്ച ചെയ്യുക എന്ന് മുൻപ് പറഞ്ഞ നിലപാട് എന്ന് പറയുന്നത് അത് സൗദി അറേബ്യ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ നിലപാടാണ്. ആ നിലപാട് ഞാൻ ആവർത്തിക്കുന്നു എന്ന് തന്നെയാണ് കിരീടാവകാശി ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞത്. സൗദിയും ഖത്തറും ഇസ്രായേലിനെ അംഗീകരിക്കണം, ഇവർ പറഞ്ഞിരിക്കുന്ന കാര്യം അങ്ങനെയാണ്. മാത്രവുമല്ല, അബ്രഹാം കരാറിൽ പൂർണ്ണ രീതിയിൽ ഒപ്പിടുകയുമാണ്. അവർ കരാർ വ്യവസ്ഥ അംഗീകരിക്കണം എന്നുള്ളതാണ്. രാജ്യത്തിൻ്റെ നിലപാടിൽ മാറ്റമില്ല എന്നുള്ളത് ഖത്തറും ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പ്രതികരിച്ചു. അപ്പോൾ ഇവിടെ ഇപ്പോൾ അമേരിക്കയുടെ പ്രസിഡന്റ് കുടിക്കെടുക്കുകയാണ്. ഇതിൽ ഈ അബ്രഹാം കരാറുമായിട്ട് ബന്ധപ്പെട്ട വിഷയം ചില നിഗൂഢ കരാർ വ്യവസ്ഥകൾ അതിലുണ്ട് എന്നാണ്. അതുകൊണ്ടാണ് അമേരിക്കൻ പ്രസിഡന്റ് വലിയ താല്പര്യം. ആ താല്പര്യത്തിനനുസരിച്ച് നീങ്ങാൻ വേണ്ടി പറ്റും. അഥവാ ഈ കരാർ വ്യവസ്ഥ ഒപ്പിട്ട് കഴിഞ്ഞാൽ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിന് അറബ് രാജ്യത്തിലേക്ക് പ്രവേശിക്കാനോ അവരുടെ വിഷയത്തിൽ ഇടപെടാനോ സൈനികർക്ക് പ്രവേശിക്കാനോ അവരുടെ ആയുധങ്ങൾ കൊണ്ടുവരാനോ അറേബ്യൻ രാജ്യങ്ങളുടെ സമ്മതം ആവശ്യമില്ല. അതാണ് ഏറ്റവും വലിയ നിഗൂഢ കരാർ എന്ന് പറയുന്നത്. അതുകൊണ്ട് അവർക്ക് വലിയ താല്പര്യം. യുടെ അകത്ത് ഇസ്രായേൽ സ്ഥാപിച്ചിരിക്കുന്ന അയൺ ഡോം പോലെയുള്ള പ്രതിരോധ സംവിധാനവും ഇസ്രായേലിൻ്റെ സൈനികർ എത്തിയതും യഥാർത്ഥത്തിൽ യുടെ അനുമതിയോട് കൂടിയല്ല. അനുമതിയുടെ ആവശ്യമില്ല. അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ കരാർ വ്യവസ്ഥ അത് പറയുന്നുണ്ട്. ഒരു നിഗൂഢ കരാർ തന്നെയാണ്. ഇതിൽ ബഹ്റൈനും മാത്രമേ ഒപ്പിട്ടിട്ടുള്ളൂ, മറ്റൊരു രാജ്യം ഒപ്പിട്ടിട്ടില്ല. പിന്നെ സുഡാനൊക്കെ അതിന് മുമ്പ് സുഡാൻ, എത്യോപ്യ പോലുള്ള രാജ്യങ്ങൾ ഒപ്പിട്ടിട്ടുണ്ട്. അവർക്ക് കൃത്യമായ രീതിയിൽ വായിച്ച് മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളത് വിമർശനം അന്ന് തന്നെ ഉണ്ടായിരുന്നു. പാകിസ്ഥാനോടും സമാനമായ രീതിയിൽ തന്നെയാണ് ഡൊണാൾഡ് ട്രംപ് സംസാരിച്ചത്. പാകിസ്ഥാൻ പറയുന്ന സമയത്ത് അമേരിക്കയുടെ വലിയ സൗഹൃദ രാജ്യമാണ്, അവരില്ലാതെ ജീവിക്കാൻ വേണ്ടി സാധിക്കില്ല എന്നുള്ളതൊക്കെയാണ് അവിടുത്തെ സൈനിക കമാൻഡറോട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ മാസം ന്യൂയോർക്ക് സന്ദർശിച്ചതിനോടനുബന്ധിച്ച് പറയപ്പെട്ടത്. നിങ്ങളില്ലാതെ ഞങ്ങളെങ്ങനെ ജീവിക്കാൻ പറ്റും എന്നുള്ളതാണ്. പ്രഖ്യാപിത ആണവായുധമുള്ള ഏക മുസ്ലിം രാജ്യം കൂടിയാണ് പാകിസ്ഥാൻ എന്നതിനാൽ അമേരിക്ക വലിയ താല്പര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ യഥാർത്ഥത്തിൽ അമേരിക്കയുടെ സ്വഭാവ രീതികൾ, അവരുടെ ഉദ്ദേശ കാര്യങ്ങൾ പ്രകടമായത് ഇപ്പോഴാണ്. അത് മുൻപേ ഇറാൻ പറഞ്ഞു വെച്ചിട്ടുണ്ട്, അവർക്കത് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അമേരിക്കയുമായിട്ട് സഹകരിക്കുക എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് താല്പര്യമില്ലാത്ത വിഷയമാണ്. എല്ലാ സമയത്തും അവർ ആ കാര്യം പറയുകയും ചെയ്തിട്ടുണ്ട്. അവർ മാറി നിന്നു. എല്ലാവിധ ഈ ഉപരോധത്തെയും അതിജീവിച്ചുകൊണ്ട് അവർ ആയുധ ശക്തിയായി സൈനിക ശക്തിയായി വലിയ രീതിയിലുള്ള ഫലമുണ്ടാക്കാൻ വേണ്ടി സാധിച്ചു. മറ്റുള്ള രാജ്യങ്ങളൊക്കെ പാകിസ്ഥാനെ സംബന്ധിച്ച് അവർക്ക് ആണവായുധം ഉണ്ട്, സംഭവം റെഡി തന്നെയാണ്. അത് ഉപയോഗിക്കണമെങ്കിൽ അമേരിക്ക പറയണം. അതെവിടെയാണ് സൂക്ഷിക്കപ്പെട്ടത് എന്നുള്ളത് അമേരിക്ക കൃത്യമായിട്ട് അറിയുകയും ചെയ്യാം. ഇതാണ് അതിൻ്റെ വിഷയങ്ങൾ. ഉണ്ടായതുകൊണ്ട് മാത്രം കാര്യമല്ല, ഈ ശത്രുവിൻ്റെ കയ്യിലാണ് ആ വസ്തുക്കളൊക്കെ ഉള്ളത്. ഇപ്പോൾ അറേബ്യൻ രാജ്യങ്ങളെ മൊത്തത്തിൽ ഭീഷണിപ്പെടുത്തിയിരിക്കുകയാണ് അമേരിക്ക. നിർബന്ധമായിട്ട് ഇത് അംഗീകരിക്കണോ, ഇല്ലെങ്കിൽ കാണിച്ചു തരാമെന്നൊക്കെ. ഇതിന് മുൻപ് ഒരു വിഷയം ഉണ്ടായിരുന്നു. അത് 80 കാലഘട്ടത്തിലൊക്കെയാണ് ജനാധിപത്യ സംവിധാനം കൊണ്ടുവരണം എന്നൊരു അഭിപ്രായം പറഞ്ഞിരുന്നു. പിന്നീട് അവർ തമ്മിലുള്ള ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ അത്തരം വിഷയങ്ങളൊന്നും പിന്നീട് ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല. സൗദി അറേബ്യ കുറേ കാര്യങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. സൗദി അറേബ്യ വരുത്തിയ മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ അവിടുത്തെ കോർപ്പറേഷൻ പോലെയുള്ള പ്രാദേശിക തലത്തിലൊക്കെ സൗദി പൗരന്മാർക്ക് വോട്ടെടുപ്പോട് കൂടി ജനാധിപത്യ പ്രക്രിയ പ്രകാരം തന്നെ മെമ്പർഷിപ്പ് കൊടുത്തു, അല്ലെങ്കിൽ അവിടെ അംഗത്വം നൽകി. അപ്പോൾ കോർപ്പറേഷൻ പോലെയുള്ള പ്രാദേശിക ഭരണ സംവിധാനത്തിലൊക്കെ സൗദി അറേബ്യയിലെ പൗരന്മാർക്ക് ഈ ഭരണത്തിൽ ഇരിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം അവകാശമൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് അങ്ങനെ കയറി ഭരണ സംവിധാനത്തിലൊക്കെ ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ജനാധിപത്യവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് നിങ്ങൾ പേടിപ്പിക്കൊന്നും വേണ്ട. ആ സംവിധാന കാര്യങ്ങളൊക്കെ
ഞങ്ങൾ എന്നേ തുടങ്ങിയിട്ടുണ്ട് എന്ന് ഒരിക്കൽ സൗദിയുടെ ഭാഗത്തുനിന്ന് മറുപടി ഉണ്ടായതായിരിക്കുന്ന വിവരം പുറത്തു വന്നു. ഇപ്പോൾ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എല്ലാവിധ നിയന്ത്രണങ്ങളും നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. പ്രത്യേകിച്ച് ഇറാൻ തുടങ്ങി വെച്ചിരിക്കുന്ന വിഷയം ചെറുതല്ല. പെട്രോളിയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ ഈ ഡോളർ വിനിമയം ഒഴിവാക്കിക്കൊണ്ട് അത് യുവാൻ എന്ന് പറയുന്ന ചൈനയുടെ കറൻസിയിലോ അതല്ലെങ്കിൽ പേഴ്സണൽ അവരുടെ രാജ്യത്തിലെ കറൻസിയിലോ ഈ വിനിമയം നടത്തപ്പെടണം എന്നുള്ളതാണ് ഇറാൻ പറയുകയും അവരങ്ങനെ നടത്തപ്പെടുകയും ചെയ്യുന്നത്. അതുകൊണ്ടാണ് അത് വലിയ രീതിയിൽ ഈ ഡോളറിൻ്റെ മൂല്യ ഇടിവിന് വലിയ രീതിയിൽ ആക്കം കൂട്ടിയ സംഭവമാണ്. അന്ന് തന്നെ അമേരിക്ക പറഞ്ഞിരിക്കുന്ന കാര്യമുണ്ട്, ഇപ്പോൾ അത് ഇറാൻ തുടങ്ങി, ഇനി കുറച്ച് കഴിഞ്ഞാൽ മറ്റുള്ള അറേബ്യൻ രാജ്യങ്ങളും തുടങ്ങും. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് വലിയ രീതിയിൽ ബാധിക്കപ്പെടുമെന്നുള്ളതാണ്. ഇപ്പോൾ ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒന്നും നോക്കാനില്ലാത്ത തരത്തിൽ അവർ ആക്രമണം നടത്തും. അതുകൊണ്ട് ഒരു തരത്തിലും അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം മിഡിൽ ഈസ്റ്റിൽ അവർ സുരക്ഷിതരല്ല എന്ന് കൃത്യമാണ്, അത് അവർക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ഇനി പിടിച്ചു നിൽക്കാൻ വേണ്ടി പറ്റുന്നത് തങ്ങളെ അബ്രഹാം കരാറുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ അറേബ്യൻ രാജ്യങ്ങളെ കൊണ്ട് സമ്മതിപ്പിച്ചിട്ടുണ്ട്. ആ കരാർ വ്യവസ്ഥ പ്രകാരം മിഡിൽ ഈസ്റ്റിലെ ഏതൊരു രാജ്യത്തും പ്രവേശിക്കാൻ വേണ്ടിയിട്ട് അനുമതി ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഇപ്പോൾ ഈ പുതിയൊരു നിയമപ്രകാരം കഴിഞ്ഞ പ്രാവശ്യം പാർലമെൻറ്റ് പാസ്സാക്കിയ ഒരു നിയമപ്രകാരം കേന്ദ്ര സർക്കാരിന് കേരളത്തിലെ ഏതെങ്കിലും ഒരു വ്യക്തിയെയോ ഒരു സംഘടനയോ ഭീകരവാദ ലിസ്റ്റിലൊക്കെ പെട്ട സംഘടനയോ അറസ്റ്റ് ചെയ്യണമെങ്കിലോ അവരുമായി ചോദ്യം ചെയ്യണമെങ്കിലോ സംസ്ഥാന സർക്കാരിന് അനുമതി ആവശ്യമില്ല. പ്രത്യേകിച്ച് ഇ ഡി ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ വീട്ടിൽ ഇപ്പോൾ റെയ്ഡ് നടത്തുന്നു. അത് സംസ്ഥാന സർക്കാരിന് അനുമതി ആവശ്യമൊന്നുമില്ല. അതിന് അങ്ങനെ ഒരു നിയമവ്യവസ്ഥ നിലവിലുണ്ട്. അപ്പോൾ ഏത് വേണമെങ്കിലും ഇതിന് മുമ്പ് ഈ പീപ്പിൾസ് പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയം ഉണ്ടായ സമയത്ത് ഒരുപാട് ആൾക്കാരെ അറസ്റ്റ് ചെയ്തു, വ്യാപകമായിരിക്കുന്ന റെയ്ഡൊക്കെ നടത്തി. അത് സംസ്ഥാന സർക്കാരോ പോലീസോ ആ വിവരം അറിയ പോലുമില്ല. എത്തിയതിന് ശേഷമാണ് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുന്നത്, ഞങ്ങൾ എത്തിയിട്ടുണ്ട്, ഇവിടേക്ക് വരണം നിർബന്ധമായിട്ട്. അവിടെ എത്തിക്കഴിഞ്ഞാലോ SI പോലെയുള്ള റാങ്ക് ലിസ്റ്റിലുള്ള ആളുകളുടെ കയ്യിൽ നിന്ന് ആദ്യം തന്നെ മൊബൈൽ മാറ്റാളും ഈ അന്വേഷണ ഉദ്യോഗസ്ഥർ കേന്ദ്ര അന്വേഷണത്തിൽ ബന്ധപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ കുറേ പരിപാടികളൊക്കെ അവർ ചെയ്യാറുണ്ട്. അതൊരു നിയമവ്യവസ്ഥയാണ്. സമാനമായ രീതിയിലാണ് ഈ കരാർ വ്യവസ്ഥയിൽ പറയുന്നത്. എങ്ങനെ ഇങ്ങോട്ട് വരാൻ വേണ്ടി ഇസ്രായേൽ എന്ന് പറയുന്ന സൈന്യത്തിന് അറേബ്യൻ രാജ്യത്തേക്ക് പ്രവേശിക്കാൻ വേണ്ടി അവിടെ ആഭ്യന്തര വിഷയത്തിൽ ഇടപെടാൻ വേണ്ടിയിട്ടും സമ്മതം നൽകുന്നതാണ് ഈ കരാർ പദ്ധതി. അതുകൊണ്ടാണ് അമേരിക്കക്ക് വലിയ താല്പര്യം. അപ്പോൾ എല്ലാ കളികളും ഇസ്രായേലിനെ വെച്ച് കണ്ട് കളിപ്പിക്കാൻ പറ്റും. ഇസ്രായേലിനാണെങ്കിൽ അമേരിക്കയെ വെച്ച് കണ്ട് വേറെ കളി കളിപ്പിക്കാൻ പറ്റും. അതൊക്കെയാണ് ഇപ്പോൾ നടക്കുന്ന ഒരുതരം ഡ്രാമകളാണ് സത്യത്തിൽ ഇവിടെ നടക്കുന്നത് എന്ന് ചുരുക്കം. ഇപ്പോൾ ഇറാനിലെ അവസാനം ബോംബ് ഇന്നലെ ആക്രമണം നടത്തി. അപ്പോൾ അവരുടെ കടലിടുക്കുമായിട്ട് ബന്ധപ്പെട്ട് ബോട്ട് ഈ മൈനുകൾ സ്ഥാപിക്കുന്ന ബോട്ടുകൾക്ക് നേരെ എന്നൊക്കെയാണ് പറഞ്ഞത്. ഹോർമുസ് കടലിൻ്റെ തീരത്ത് അങ്ങനെ ഞങ്ങൾ ബോട്ടുകൾ കണ്ടെത്തി അവർക്ക് നേരെ ആക്രമണം നടത്തി എന്നുള്ളതാണ് അമേരിക്ക അതിന് കൊടുത്തിരിക്കുന്ന വ്യാഖ്യാനം. അത് വലിയ തിരിച്ചടി ഉണ്ടായി. അവിടെ MQ-9 എന്ന് പറയുന്ന ഡ്രോൺ തകർത്തു, F-35 എന്ന് പറയുന്ന യുദ്ധവിമാനം തകർത്തു. അങ്ങനത്തെ കുറേ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയാണെങ്കിലും അത് ഇറാനെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല ചെയ്തത് എന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അത് അറേബ്യൻ രാജ്യങ്ങളെ പേടിപ്പിക്കാൻ വേണ്ടിയാണ് ഞങ്ങളിത് ചെയ്യും എന്നുള്ളത്. അപ്പോൾ ഈ മുസ്ലിം രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം സൈനികപരമായിരിക്കുന്ന ശക്തിയുള്ള രാജ്യങ്ങൾക്ക് തന്നെ ഈ അമേരിക്കയെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ധൈര്യമില്ല. ഈ ധൈര്യം ഇതിന് നിർബന്ധമാണ്. ഇറാനെ സംബന്ധിച്ചിടത്തോളം ആയുധം കുറവാണെങ്കിൽ പോലും ധൈര്യം കൂടുതലാണ്. എന്നാൽ അവരുടെ കയ്യിൽ ആയുധമുണ്ട് എന്ന് ഇപ്പോൾ തെളിയുകയും ചെയ്തു. ആ രീതിയിൽ തുർക്കിയെ സംബന്ധിച്ചിടത്തോളം തുർക്കി ഒന്നാം ലോക യുദ്ധത്തിൽ പങ്കെടുത്ത രാജ്യമാണ്. എന്നാൽ ഒരു യുദ്ധവുമായിട്ട് ബന്ധപ്പെടുന്ന സമയത്ത് അത്ര ഒരു ധൈര്യം അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല എന്നുള്ളത് കൃത്യമാണ്. ഇപ്പോൾ ഇസ്രായേൽ ഖത്തറിനെ ആക്രമിച്ച വിവരം നമുക്കറിയാവുന്നതാണ്. ഇസ്രായേൽ ഖത്തറിനെ ആക്രമിച്ച സമയത്ത് ഏകദേശം 100 കിലോമീറ്ററോളം ചുറ്റളവിൽ ഈ ഉദൈദ എന്ന് പറയുന്ന ഈ ഖത്തറിൻ്റെ പ്രധാനമായിരിക്കുന്ന എയർബേസ് അമേരിക്കയുടെ കൈവശത്തിലാണ്. അവരാണ് നിയന്ത്രിക്കുന്നത്. അവിടെ വലിയ രീതിയിൽ യുദ്ധസന്നാഹങ്ങളും സംവിധാനങ്ങളും യുദ്ധവിമാനങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഉണ്ട്. 90 വർഷത്തേക്ക് കരാറുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അവർ അതിൽ വരുന്ന സമയത്ത് പ്രത്യേകമായ രീതിയിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്, നിങ്ങളുടെ രാജ്യ സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ടതിൻ്റെ 100% ഉത്തരവാദിത്വം ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നു. അപ്പോൾ പിന്നെ ധൈര്യമാണ് എന്ന രീതിയിലാണ്. പക്ഷേ ഇസ്രായേൽ ആക്രമിച്ചു, അമേരിക്ക മിണ്ടാതിരുന്നു, അല്ലെ അമേരിക്ക അതിന് സപ്പോർട്ട് ചെയ്തു, അല്ലെ അമേരിക്ക ഇസ്രായേൽ ഒരുമിച്ച് ആക്രമിച്ചു. അതോടുകൂടി ഒരു കാര്യം അറേബ്യൻ രാജ്യങ്ങൾക്ക് ബോധ്യമായത് ഇങ്ങനെയാണ്, ഞങ്ങൾ സുരക്ഷിതരല്ല. ഇറാൻ്റെ പ്രസിഡന്റ് ഇസ്മായിൽ അനി, ഇറാൻ്റെ മുൻ പ്രസിഡന്റ്, കൊല്ലപ്പെട്ടു പോയ ഇറാൻ്റെ മുൻ പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്നത് അക്ഷരം പ്രതി സത്യമാണ്. നിങ്ങളുടെ ശത്രുക്കളെ തന്നെയാണ് പാല് കൊടുത്ത് വളർത്തുന്നത്. അതുകൊണ്ട് അവരെ ഒഴിവാക്കാൻ നിങ്ങൾക്ക് ഒരിക്കലും രക്ഷ ചെയ്യാൻ പറ്റില്ല. ഈ ജിദ്ദ ഉച്ചകോടിയുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ കാര്യങ്ങൾ ഇബ്രാഹിം റൈസി അത് വളരെ കൃത്യമായ രീതിയിൽ തന്നെ പറയപ്പെട്ടത്. നിങ്ങൾ അവരെ ഒഴിവാക്കാത്തിടത്തോളം കാലം നിങ്ങൾ സുരക്ഷിതരല്ല എന്നുള്ളത് അത് ഏറെക്കുറെ ഇപ്പോൾ തെളിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് വിഷയകാര്യങ്ങളൊക്കെ ഉണ്ടായി. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ എടുത്തിട്ടിരിക്കുന്ന പ്ലേ കാർഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ അബ്രഹാം കരാർ അംഗീകരിക്കണം, ഇസ്രായേലിൽ അംഗീകരിക്കും. ഇത് രണ്ടും അംഗീകരിക്കില്ല എന്ന് പറഞ്ഞതോടുകൂടി ഇനി എന്ത് എന്നുള്ളൊരു ചോദ്യം പ്രസക്തമായ രീതിയിൽ ഇപ്പോൾ ഇവിടെ ബാക്കിയായിരിക്കുകയാണ്.